മന്ത്രിക്കാൻ പഠിച്ച സിംഹം. കാടിന്റെ രാജാവായിരുന്നു കേസരി എന്ന സിംഹം. അവന്റെ ഗർജനം കേട്ടാൽ എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറയ്ക്കും. ഞാനാണ് ഏറ്റവും ശക്തൻ, കേസരി എപ്പോഴും അലറി. കേസരിയുടെ ഗർജനം കാരണം പക്ഷികൾക്ക് കൂടുകളിൽ സമാധാനമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. ചെറിയ മൃഗങ്ങൾ എപ്പോഴും പേടിച്ച് മാളങ്ങളിൽ ഒളിച്ചു. ഒരു ദിവസം ഒരുപാട് അലറിയത് കാരണം കേസരിയുടെ തൊണ്ട വേദനിച്ചു. അവനൊന്ന് ഗർജിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു നേർത്ത ശബ്ദം മാത്രമേ പുറത്തുവന്നുള്ളൂ. അവന് വലിയ വിഷമമായി. അപ്പോഴാണ് കുഞ്ഞുണ്ണി എന്ന ചെറിയ മുയൽ അതുവഴി വന്നത്. സാധാരണ കേസരിയെ കാണുമ്പോൾ പേടിച്ചോടുന്ന കുഞ്ഞുണ്ണി സിംഹം ഗർജിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പതുക്കെ അടുത്തു ചെന്നു. രാജാവേ, എന്തുപറ്റി? എന്താണിന്ന് ഒരു ഗർജനവും കേൾക്കാത്തത്? കുഞ്ഞുണ്ണി ചോദിച്ചു. മറുപടി പറയാൻ കേസരി ഗർജിക്കാൻ ശ്രമിച്ചു, പക്ഷെ വീണ്ടും ഒരു നേർത്ത ശബ്ദം മാത്രം. കുഞ്ഞുണ്ണിക്ക് കാര്യം മനസ്സിലായി. എന്റെ അമ്മ തൊണ്ട വേദനിക്കുമ്പോൾ തേൻ തരുമായിരുന്നു, അവൻ പറഞ്ഞു. അത് ശബ്ദം പതുക്കെയാക്കാൻ സഹായിക്കും. കുഞ്ഞുണ്ണി കേസരിയെ ഒരു വലിയ മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. കുഞ്ഞുണ്ണി തേനീച്ചകളോട് പതുക്കെ മന്ത്രിച്ചു. കുറച്ചു തേൻ തരുമോ എന്ന് ചോദിച്ചു. സിംഹത്തിന്റെ ഗർജനം കേട്ട് പേടിച്ചിരുന്ന തേനീച്ചകൾക്ക് പതുക്കെ സംസാരിച്ച കുഞ്ഞുണ്ണിയെ ഇഷ്ടമായി. അവർ ഒരു ഇല നിറയെ തേൻ അവനു കൊടുത്തു. കേസരി ആ തേൻ നുണഞ്ഞു. അവന്റെ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം തോന്നി. അവൻ കുഞ്ഞുണ്ണിയെ നന്ദിയോടെ നോക്കി. നന്ദി പറയാൻ ശ്രമിച്ചപ്പോൾ ഗർജനത്തിനു പകരം ഒരു മധുരമായ മന്ത്രം പുറത്തുവന്നു. അപ്പോഴാണ് കേസരിക്ക് മനസ്സിലായത്, എല്ലാവരെയും കേൾപ്പിക്കാൻ എപ്പോഴും ഗർജിക്കേണ്ട ആവശ്യമില്ലെന്ന്. ചിലപ്പോൾ പതുക്കെ പറയുന്നതിനാണ് കൂടുതൽ ശക്തി. അന്നുമുതൽ ഗർജിക്കാനും മന്ത്രിക്കാനും അറിയാവുന്ന രാജാവായി കേസരി മാറി.